CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ എം മുകേഷ് എംഎൽഎക്കും EP ജയരാജനുമെതിരെ രൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് അല്ലാതെ മറ്റാരെങ്കിലുമായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ EP ജയരാജന്റെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായെന്നും EPയുടേത് കമ്മ്യൂണിസ്റ്റിന് നിരക്കാത്ത രീതിയാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പൊതു ചർച്ചയിലായിരുന്നു പ്രതിനിധികളുടെ വിമർശനം. അതേസമയം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ദിലീപ് ദേവസ്യ ചേരുന്നു കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി. ദിലീപ്, സ്ഥാനാർത്ഥി നിർണയം മുതൽ പാളി എന്നതാണോ ഇപ്പോൾ നേതാക്കൾ ഉയർത്തുന്ന വിമർശനം? ഒപ്പം മുൻ LDF കൺവീനറുടെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും വിമർശനം ഉയർത്തുന്നുണ്ടല്ലോ. കൊല്ലത്ത് ജില്ലാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ നേതാക്കൾക്കെതിരെ ഉയരുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ദിലീപ്, ഇന്ന് രാവിലെയാണ് കൊല്ലത്ത് CPMന്റെ ജില്ലാ സമ്മേളനം തുടങ്ങിയത്. വിഭാഗീയതയ്ക്കും പരസ്യപ്പോരിനും നടപടികൾക്കും ഒക്കെ പിന്നാലെയായിരുന്നു ജില്ലാ സമ്മേളനം തുടങ്ങിയത്. ഏതായാലും വിഭാഗീയതയിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നേതൃത്വം നൽകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദിലീപ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദിലീപ്, പൊതു ചർച്ചയിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണല്ലോ ഉയർന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീത, CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആയിരുന്നു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയത്. ഈ ചർച്ചയിലാണ് 7 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ EP ജയരാജനെതിരെയും അതുപോലെ തന്നെ M മുകേഷ് MLAക്കെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. അതായത് EP ജയരാജന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറ്റിയ നടപടിയായിരുന്നില്ല, സമീപനമായിരുന്നില്ല EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഉണ്ടായിരുന്ന വെളിപ്പെടുത്തൽ, പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ EP കാണിച്ചത് പാർട്ടിക്ക് നിരക്കാത്തതാണെന്ന്, അത് പാർട്ടിയെ വലിയ തോതിൽ പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്, അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറ്റിയ രീതിയല്ല, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു CPMന്റെ 7 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള ചർച്ചയിൽ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മകഥയുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങളടക്കം, അതായത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെയായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നത്. അങ്ങനെ ഈ EP ജയരാജൻ പാർട്ടിക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനവും പാർട്ടിയിൽ നിന്നുണ്ടായി. കൂടാതെ പിന്നീട് വന്നത് M മുകേഷ് MLAയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന ചോദ്യം വന്നു. മുകേഷ് അല്ല മറ്റ് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ പോലും ഇത്ര ദയനീയമായ തോൽവി LDFന് ഉണ്ടാകില്ലായിരുന്നു എന്നായിരുന്നു ഈ ആളുകൾ പറഞ്ഞത്. ഒരു സ്ഥാനാർത്ഥി, ഒരു LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു സമീപനം പോലും മുകേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന. രാത്രി കാലങ്ങളിൽ പ്രചാരണത്തിന് മുകേഷ് ഇറങ്ങിയിരുന്നില്ല. മുകേഷ് ഒരു മുതലാളിത്ത വ്യവസ്ഥയിലായിരുന്നു നിന്നത്, ആരോടും തന്നെ അധികമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള തരത്തിൽ ഒരു നേതൃത്വവും അണികളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മുകേഷ് ഇടപെട്ടു എന്നുള്ള വിമർശനങ്ങളടക്കം, മുകേഷിനെ ആരാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നുള്ള വിമർശനങ്ങളും ഇന്നത്തെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചു. നേരത്തെ തന്നെ മുകേഷിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് CPMന്റെ മുതിർന്ന നേതാവായ PK ഗുരുദാസൻ തന്നെ ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അന്ന് PK ഗുരുദാസൻ ചോദിച്ചു, ആരാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ള ഈ സമാനമായ ചോദ്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ PK ഗുരുദാസൻ ചോദിക്കുകയും ചെയ്തിരുന്നു. അതേ ചോദ്യം തന്നെ ഇന്ന് 7 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ ചർച്ചയിൽ ചോദിക്കുകയും ചെയ്തു. കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിലെ വിഷയങ്ങളായിരുന്നു കൂടുതലായിട്ടും ഉയർന്നു വന്നത്. കരുനാഗപ്പള്ളിയിലുള്ള വിഭാഗീയതയ്ക്ക് കാരണം അവിടെയുള്ള നേതാക്കളുടെ തമ്മിൽ തല്ല് തന്നെയായിരുന്നു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള പോര് നടുറോട്ടിലേക്ക് എത്തുന്നു. അത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ചീത്തപ്പേരുണ്ടാക്കുകയും പാർട്ടിയുടെ പ്രശ്നങ്ങൾ പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു എന്നുള്ള വിമർശനങ്ങൾ അടക്കം ഉണ്ടായി. നാളെയും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരും. വിനീത, ശരി, കൂടുതൽ വിമർശനങ്ങൾ ഉയരുമോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. ദിലീപ് ദേവസ്യാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.